യെസ്, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് എനിക്ക് അനുവദിച്ചൊരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ബിസിനസ് ഉണ്ട്, അജ്മാൻ കേന്ദ്രീകരിച്ചാണ് ഈ ഇടപാടുകളൊക്കെ നടക്കുന്നത്. സ്വപ്ന കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജും രംഗത്ത് വന്നിരിക്കുന്നത്. സ്വപ്ന പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ശിവശങ്കർ സാർ എന്ന് പറയുന്നത് he is the creator, or you can say he is the one who is conceiving the project. So he makes the study first. He identifies. So he is actually the mother conceiving. And later he will hand it over to people to deliver the baby. യെസ്, കൃത്യമായി അത് വന്നിട്ടില്ല. ശിവശങ്കർ ആണ് ഈ PWCയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്തത് എന്നാണ് സ്വപ്ന പറഞ്ഞത്. ഇതിനെല്ലാം ഇടനിലക്കാരനായിട്ട്, കാരണം IT വിഷയമായതുകൊണ്ട് പൂർണ്ണമായി ഏൽപ്പിച്ചത് ശിവശങ്കറിനെയാണ്. ശിവശങ്കർ ആയിരുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്തത്. വീണയുടെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിലും ശിവശങ്കറാണ് കൃത്യമായിട്ട് ഇടപെട്ടത് എന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, സമയപരിമിതി കൊണ്ട് ഞാനത് അവതരിപ്പിക്കുന്നില്ല. റെജി, ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഷോൺ ജോർജ് പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല തന്നെയല്ല, ഷോൺ ജോർജിന്റെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ പോലും വിശ്വസിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഇത്ര ഒരു ആരോപണമൊക്കെ വരുമ്പോഴത്തേക്കും അല്ല, തെളിവുകൾ അവതരിപ്പിക്കുന്നതിലുള്ള പരിമിതി അദ്ദേഹം പറഞ്ഞല്ലോ, അതെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്തിനാണ് ഇടയ്ക്ക് കയറുന്നത്? ഞാനും സന്ദീപ് മാത്രമല്ല ചർച്ചയിലുണ്ട്. ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്താവോ അല്ലെങ്കിൽ നേതാവോ ഒരു വലിയ ആരോപണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ഉന്നതരുമായിട്ട് ആലോചിച്ച് അത് ഏത് രീതിയിലാണ് ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് ആ പാർട്ടി അത് ഏറ്റെടുക്കുകയും ആ ആരോപണത്തിന് വലിയ രീതിയിലുള്ള തൊങ്ങലും കൊടുത്തുകൊണ്ട് ആരോപണം അന്തരീക്ഷത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. ഇന്നിപ്പം കേരളത്തിൽ BJPയുടെ ഉന്നത നേതാക്കന്മാർ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും വിട്ടിട്ടില്ല. കാരണം അവർക്ക് വളരെ വ്യക്തമായിരുന്നു നാണക്കേടായിരിക്കുന്നത് പിടിച്ചാന്നുള്ളവരും. എന്താ നാണക്കേട്? BJP പോലെയുള്ള രാജ്യം ഭരിക്കുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹം പാർട്ടിയുടെ അനുമതിയിലൂടെ പിന്നെ ഇത് അവതരിപ്പിക്കുന്നത് രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാനത് കേട്ടതാ. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു കാര്യം, കടലാസ് പോലും കാണിക്കാതെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ അദ്ദേഹം പറഞ്ഞാൽ, എനിക്ക് ഉത്തരവാദിത്തത്തിലൂടെയാണ് ഞാനിത് പറയണമെന്ന് പറഞ്ഞാൽ, ഇത് ആർക്കും ഉന്നയിക്കാവുന്ന ആരോപണങ്ങളല്ലേ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിച്ച ആളല്ലേ അതിന് തെളിവ് ഹാജരാക്കേണ്ടത്? അത് ആരോപണ വിധേയനാണോ? ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കണ്ട് ഇപ്പോൾ തങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൺ ജോർജ് BJPക്ക് ഒരു നാണക്കേടായിട്ടാണ് വാസ്തവത്തിൽ ഈ വിവരങ്ങള് ഇന്ന് പത്രസമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചത്. ഒരു നാണക്കേടായിപ്പോയി. വിദേശത്തുള്ള ഒരു ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? അതല്ലേ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല ഇനി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസാണ് അവരുടെ കടമ നിർവഹിക്കേണ്ടത്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ ഏജൻസികൾക്കല്ലേ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഷോൺ ജോർജിന് പോയി അവിടുത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തപ്പിക്കൊണ്ടുവരാൻ പറ്റുമോ? അതേ ഇപ്പോഴും പറയുന്നു. ഞാൻ പറഞ്ഞത്, ഉന്നയിച്ച ആരോപണം അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിഷേധിക്കുന്നില്ല? പോട്ടെ, ആരും വേണ്ട, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണ്ട, വീണ വരണ്ട. നേരത്തെ സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാർട്ടിക്ക് വേണ്ടി സ്ഥിരം പണിയെടുക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്കെങ്കിലും നിഷേധിക്കാലോ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന്. അല്ല സാറേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ അതിനത് ഉത്തരമില്ലേ? ഈ പറയുന്ന വിദേശത്തുള്ള ഒരു ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പിന്നെ ഇദ്ദേഹത്തിന് ഈ ആരോപണം ഉന്നയിച്ച് ആ അക്കൗണ്ട് നമ്പർ അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റത്തില്ല. ഇന്ന അക്കൗണ്ട് നമ്പർ അദ്ദേഹത്തിന് വിടാൻ പറ്റായിരുന്നു. അതായത് ഇനി ഒരു ഡോക്യുമെന്റ് പറയണ്ട, കാണിക്കണ്ട, ഇന്ന അക്കൗണ്ട് നമ്പർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊന്നും അറിയാത്തങ്ങനെ അപ്പൊ ഇപ്പോൾ തന്നെ ഈ പ്രശ്നം എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതീവ ഗുരുതരമായ ഒരു പച്ച നുണ വ്യക്തിഗത നടത്തക്ക രീതിയിൽ ഈ കേരളത്തിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തിയിട്ട് അങ്ങനെ ഇപ്പൊ പറയുവാണ് എനിക്ക് വിദേശത്ത് പോയത് അന്വേഷിക്കാൻ പറ്റത്തില്ല. പിന്നെ എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് ഈ വിവരങ്ങള്? അങ്ങനെ അന്വേഷിക്കാൻ നിവൃത്തിയില്ലാത്തൊരാള് വേണ്ട, അദ്ദേഹം അക്കൗണ്ട് നമ്പർ റിലയബിൾ സോഴ്സ് റിവീൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പം മാധ്യമങ്ങൾ, ഞങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടാറുണ്ട്, പലപ്പോഴും അതിന്റെ സോഴ്സ് ഞങ്ങൾ പുറത്തു പറയാറില്ല. കാരണം എന്താ റെജിക്ക് അറിയാലോ കൃത്യമായിട്ട്. റെജിയും ഈ ഫീൽഡിലുള്ള ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ
ആ സോഴ്സിനെ പ്രത്യക്ഷത്തിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ പല കാര്യങ്ങളും ഷോണിന് പുറത്തു പറയേണ്ടി വരും. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് അവരുടെ നിലക്ക് പലതും കണ്ടെത്തും. അതുവരെ കാത്തിരിക്കുക റെജി.